റിജക്ഷൻ അത് ഭയങ്കര പെയിൻഫുൾ ആയിട്ടുള്ള കാര്യമല്ലേ? പക്ഷേ റിജക്ഷൻ എന്ന് പറയുന്നത് അതിന്റെ ഒരു എൻഡ് ആണോ? അല്ല. റിജക്ഷൻ എന്ന് പറയുന്നത് ഇപ്പം ഒരാളോ അല്ലെങ്കിൽ ഒരു ഓപ്പർച്യൂണിറ്റിയോ അല്ലെങ്കിൽ എന്താണെങ്കിലും അവിടുന്ന് നമുക്കൊരു നോ എന്നൊരു കാര്യം കിട്ടുവാണെങ്കിൽ നമ്മളത് ഗ്രേസ്ഫുള്ളി ആക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കണം. നോ എന്ന് പറയുമ്പോഴത്തേക്കും അയ്യോ എന്റെ ജീവിതം തീർന്നേ, എനിക്കിനി ഞാൻ എന്ത് ചെയ്യും, എനിക്കിനി അല്ലെങ്കിൽ ഒരാളെ കുറിച്ചാണ് എനിക്ക് ഇയാളില്ലാതെ പറ്റില്ല, അല്ലെങ്കിൽ ഒരു ജോബ് ഓപ്പർച്യൂണിറ്റി ആണെങ്കിൽ എനിക്ക് ഈ ജോബ് ഇല്ലാതെ എനിക്ക് വേറെ ഒരു ഇതും ഇല്ല, എന്റെ ലൈഫ് തീർന്നേ എന്നും പറഞ്ഞിരിക്കരുത്. ഒരു റിജക്ഷൻ എന്ന് പറയുന്നത് ഒരു റീഡയറക്ഷൻ ആണ് ടുവേർഡ്സ് സംതിങ് ദാറ്റ്സ് മെന്റ് ഫോർ യു. നമ്മുടെ ഡെസ്റ്റിനിയിൽ നമുക്ക് വേണ്ടി അത് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ അടുത്ത് തന്നെ വന്നെത്തും. നമ്മൾ അതിന് ചേസ് ചെയ്യേണ്ട ആവശ്യം വരത്തില്ല. നമ്മൾ വർക്ക് ഹാർഡ് ചെയ്യണം. ഹാർഡ് വർക്ക് ചെയ്യണം നന്നായിട്ട്. നമ്മുടെ കാര്യത്തിന് നമ്മൾ തന്നെ മുമ്പോട്ട് പോയില്ലെങ്കിൽ ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ഒരിക്കൽ അവിടെ നിന്ന് നമുക്കത് റിജക്ഷൻ കിട്ടി എന്നും പറഞ്ഞിട്ട് നമ്മുടെ ലൈഫ് അവിടെ തീർന്നു എന്ന് വിചാരിക്കരുത്. നമ്മൾ ഒരു കാര്യത്തിന് നമുക്ക് ഇഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ നമുക്ക് ആ ജോബ് ഓപ്പർച്യൂണിറ്റി വേണം, അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു സംഭവം വേണം എന്ന് നമുക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുക. അത് നമുക്ക് കിട്ടിയില്ലെങ്കിൽ സാരമില്ല, അടുത്ത എന്തെങ്കിലും നല്ലത് നമുക്ക് വരും. അല്ലാതെ അത് പോയല്ലോ ഇത് പോയല്ലോ എനിക്ക് അത് തന്നെ വേണമായിരുന്നു എന്ന് പറഞ്ഞ് വാശി പിടിച്ചിട്ട് കാര്യമില്ല. എല്ലാ സംഭവവും നമ്മൾ ആഗ്രഹിച്ച പോലെ കിട്ടണമെന്നില്ല. അപ്പം ചിലപ്പോൾ നമ്മൾ ആഗ്രഹിച്ചതിനെക്കാട്ടിലും വലിയ എന്തെങ്കിലും അടിപൊളി സംഭവമായിരിക്കും നമുക്ക് കിട്ടാൻ പോണേ. സോ റിജക്ഷനെ ഗ്രേസ്ഫുള്ളി ആക്സെപ്റ്റ് ചെയ്യുക, എന്നിട്ട് നമ്മുടെ ലൈഫ് മുന്നോട്ട് പോവുക. എപ്പോഴും റിജക്ഷൻ കിട്ടുമ്പോൾ അവിടെ ലൈഫ് തീരുവാന്ന് വിചാരിക്കരുത്. അവിടെ നിന്നാണ് നമ്മുടെ ലൈഫ് തുടങ്ങാൻ പോണെന്ന് വിചാരിക്കുക. അത് റീഡയറക്ഷൻ ആയിട്ട് വിചാരിക്കുക. ഓക്കെ, അപ്പം ശരിയെന്നാ.